ഹായ് ഡിയർ വ്യൂവേഴ്സ്, എല്ലാവർക്കും ഫിക്ഷൻസ് ഓൺലൈനിലേക്ക് സ്വാഗതം. പാടാത്ത പൈങ്കിളിയുടെ ഒരു അടിപൊളി എപ്പിസോഡുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ തുടർന്നും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തന്നെ കാണാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ദേവയുടെ മനസ്സ് നിറയെ മധുരിമയുടെ ഓർമ്മകളായിരുന്നു. ആ ഓർമ്മകൾക്കൊടുവിൽ കൺമണിയെ ദേവ മധുരിമയെന്ന് വിളിക്കുകയും ചെയ്തു. അപ്പോൾ കൺമണി ദേവയോട് പറഞ്ഞു, സാറിപ്പോൾ മധുരിമയുടെ പേരാ വിളിച്ചത്. അത് കേട്ടപ്പോൾ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് ദേവ. എന്നിട്ട് ദേവ പറഞ്ഞു, അതെ കൺമണി, ഒരബദ്ധം പറ്റിയതാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് കള്ളമാകും. ഇന്നത്തെ ദിവസം തന്നോട് ഞാൻ കള്ളം പറയാൻ പാടില്ല. അപ്പോൾ കൺമണി പറഞ്ഞു, എങ്കിൽ നമുക്ക് സംസാരിക്കാതിരിക്കാം സാർ. അപ്പോൾ പിന്നെ ഒരു കള്ളവും പറയേണ്ടി വരില്ലല്ലോ. അപ്പോൾ ദേവ മറിച്ചൊന്നും പറഞ്ഞില്ല. ദേവ പറഞ്ഞു, തനി വാ, നമുക്കിവിടെ ഇരിക്കാം. അങ്ങനെ ദേവ അവിടെ ബെഡിൽ മാറിയിരുന്നു. കൺമണി വന്ന് അപ്പുറത്ത് കിടന്നിരുന്ന ഒരു കസേരയിൽ വന്നങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ ദേവ കൺമണിയോട് ചോദിച്ചു, എനിക്ക് പറയാനുള്ള സത്യം എന്താണെന്നറിയോ? മധുരിമ ഒരിക്കൽ ഈ വേഷത്തിൽ എൻ്റെ മുന്നിൽ നിന്നിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ആദ്യ രാത്രിയെക്കുറിച്ച്, അന്നുണ്ടാവുന്ന കുസൃതികളെക്കുറിച്ച്. പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് അതൊക്കെയാണ്. ഐ ആം സോറി. അപ്പോൾ കൺമണി പറഞ്ഞു, അയ്യോ അതിനെന്നോട് സോറി പറയുന്നത് എന്തിനാ? എനിക്കറിയാം സാറിന് അതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റില്ല എന്ന്. സാരമില്ല സാർ. പിന്നെ സാറ് എന്നോട് പകൽ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ടാണെങ്കിൽ ഞാനതത്ര ഗൗരവത്തിലൊന്നും എടുത്തിട്ടില്ല. അതെങ്ങനെയാ ഒരാൾക്ക് ഇത്ര ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാളെ വെട്ടിമുറിച്ചതുപോലെ വേറൊരാളുടെ കൂടെ? ഏയ് അതൊന്നും പറ്റില്ല സാർ. അപ്പോൾ ദേവ കൺമണിക്ക് വാക്കു കൊടുത്തു. കൺമണി, മധുരിമയുടെ ഓർമ്മകൾ ഇനി എന്നിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. പക്ഷേ അതിന് ദേവ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് കൺമണി പറഞ്ഞു, നോക്ക് സാർ, എന്നോട് സംസാരിക്കാൻ സാറിന് ടെൻഷൻ വേണ്ട. എൻ്റെ കാര്യത്തിൽ പേടിക്കുകയും വേണ്ട. സാറിപ്പോൾ കൺമണി, നമ്മൾ തമ്മിലൊരു ബന്ധവും ഇല്ലയെന്ന് പറഞ്ഞാലും ഞാൻ മിണ്ടാതെ അങ്ങ് ഇറങ്ങിപ്പോവും. ഞാൻ എന്താ പറയുക? ഇപ്പം തന്നെ ദേ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. അല്ലാതെ ഭാര്യ ഭർത്താവ് അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലില്ല സാർ. ഇത് കേട്ടപ്പോൾ ദേവ പറഞ്ഞു, അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ ഈ മുറിയിലാക്കിയവർ വലിയ ആശംസകളൊക്കെ നേർന്നാ പോയത്. എന്നിട്ട് നമ്മൾ രണ്ടുപേരും ഇരിക്കുന്ന ഈ അവസ്ഥയോ? അപ്പോൾ കൺമണി ചോദിച്ചു, ഞാൻ ഈ മുറിയിലിരുന്ന സാറിന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? അപ്പോൾ ദേവ കൺമണിയെ ഒന്ന് നോക്കി. അപ്പോൾ കൺമണി പറഞ്ഞു, ഇല്ല അല്ലേ? മനസ്സിൻ്റെ സ്വസ്ഥത പോവും അല്ലേ? അപ്പോൾ ഉറക്കവും പോവും. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ മുറിയിൽ പോയി കിടന്നോളാം. അപ്പോൾ സാറിന് സമാധാനമായിട്ട് കിടന്നുറങ്ങാലോ. അപ്പോൾ ദേവ പറഞ്ഞു, അത് വേണ്ട. നമ്മളിപ്പോൾ മറ്റുള്ളവരെ ചിലതൊക്കെ ബോധ്യപ്പെടുത്തേണ്ട ആളുകളാണല്ലോ. അപ്പോൾ കൺമണി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇപ്പോൾ എല്ലാവരും ഉറങ്ങിക്കാണും. പിന്നെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപ് ഞാൻ എഴുന്നേൽക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ അവരാരും ഒന്നും അറിയില്ല. ഞാൻ പൊയ്ക്കോളാം സാർ. അപ്പോൾ കൺമണിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ദേവ ചോദിച്ചു, ഇത്ര സിമ്പിളായിട്ട് താനിത് എങ്ങനെയാണോ ഇതൊക്കെ ചിന്തിക്കുന്നത്? അപ്പോൾ കൺമണി പറഞ്ഞു, എനിക്കെന്താ സാർ, എനിക്കൊരു നഷ്ടവും ഇല്ലല്ലോ. ഇങ്ങനെ ഒരു താലി കഴുത്തിൽ വീണതും ഇങ്ങനെ സാറിൻ്റെ മുന്നിൽ നിൽക്കുന്നതും ഒക്കെ വലിയ ഭാഗ്യമല്ലേ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി എന്താ? അപ്പോൾ ദേവ പറഞ്ഞു, മതി, തന്നെ കൂടുതൽ സംസാരിക്കാൻ അനുവദിച്ചുകൂടാ. അനുവദിച്ചാ താൻ കരയാതെ ചിലപ്പോൾ എന്നെ കരയിക്കും. ഒരു കാര്യം ചെയ്, താനിവിടെ കട്ടിലേ കിടന്നു. എനിക്ക് ഉറക്കം വരുന്നില്ല, ഞാനിവിടെ ചെയറിലോ മറ്റോ. അപ്പോൾ കൺമണി പറഞ്ഞു, അത് വേണ്ട, ഞാനിവിടെ തറയിൽ കിടന്നോളാം. സാറ് കട്ടിലിൽ കിടന്നോ. പക്ഷെ ദേവ സമ്മതിച്ചില്ല. ദേവ പറഞ്ഞു, വേണ്ട കൺമണി, താൻ കട്ടിലിൽ കിടന്നോ. അപ്പോൾ കൺമണി പറഞ്ഞു, എന്നാൽ നമുക്ക് നേരം വെളുക്കുന്നത് വരെ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കാം. എന്തായാലും ഞാൻ കട്ടിലിൽ കിടക്കില്ല. എന്നിട്ട് കൺമണി നേരെ പോയി അലമാരയിൽ നിന്നൊരു ബ്ലാങ്കറ്റ് എടുത്തു. എന്നിട്ട് കട്ടിലിൽ കിടന്നൊരു തലേണിയും എടുത്ത് നേരെ ആ മുറിയുടെ ഒരു വശത്തേക്ക് വന്നിട്ട് അവിടേക്ക് അതിട്ടു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു അലമാര തുറന്നിട്ട് തൻ്റെ ആഭരണങ്ങളെല്ലാം അവിടെ ഊരി വെച്ചു. എന്നിട്ട് ഈ ബ്ലാങ്കറ്റും വിരിച്ച് തലേണയും വെച്ചിട്ട് അവിടെ മാറി അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ ദേവ ചോദിച്ചു, വിചിത്രമായ ഒരു ആദ്യ രാത്രി അല്ലേ? അപ്പോൾ കൺമണി പറയാ, നമ്മുടെ എല്ലാ കാര്യങ്ങളും വിചിത്രമല്ലേ സാർ? സാർ എന്താ കിടക്കാത്തേ? അപ്പോൾ ദേവ പറഞ്ഞു, താൻ കിടക്ക്, ഞാനെന്തായാലും കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് രണ്ടുപേരും കിടക്കാതെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയം ചേട്ടന്മാർക്കും ചേട്ടത്തിമാർക്കും ഒന്നും ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. ആകെ വെപ്രാളം പിടിച്ചതുപോലെ നടക്കുകയാണ് അനന്യ. അപ്പോൾ സ്വപ്നം വന്ന് അനന്യയോട് പറഞ്ഞു, അനന്യെ താനൊന്ന് അവിടെ വന്നിരുന്നേ. അപ്പോൾ അനന്യ പറഞ്ഞു, എനിക്ക് ഇരിപ്പുറക്കില്ല. അപ്പം അനന്യ നോക്കിയപ്പോൾ അരവിന്ദ് വളരെ കൂളായിട്ട് അവിടെ ഇരിക്കുന്നു. പിന്നെ നേരെ അരവിന്ദിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുക, നിങ്ങളൊക്കെ എന്ത് സമാധാനത്തിലായിരിക്കുന്നേ? അപ്പോൾ അരവിന്ദ് പറഞ്ഞു,
എടോ, ദേവിയുടെയും കൺമണിയുടെയും ആദ്യ രാത്രി മുടക്കാൻ തൽക്കാലം നമ്മളുടെ മുന്നിൽ മാർഗങ്ങളൊന്നും അവശേഷിക്കുന്നില്ല. അപ്പോൾ പിന്നെ അതങ്ങ് വിടുന്നതല്ലേ നല്ലത്. അപ്പോൾ അനന്യ പറയാം, ദേ അരവിന്ദേ, ഞാനൊരു കാര്യം പറയാം. ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അല്പം ചങ്കൂറ്റമൊക്കെ കാണിക്കണം. അല്ലാതെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നതിന് മുൻപ് തോറ്റു എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ പോരാ. അപ്പോൾ വിജയ് അനന്യെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ തമ്മിൽ തല്ലി തീർക്കേണ്ട കാര്യമല്ല. അമ്മയെ കൊണ്ടാവുന്നത് പോലെ അമ്മ ചെയ്തു, നമ്മളെ കൊണ്ടാവുന്നത് പോലെ നമ്മളും ചെയ്തു. പക്ഷേ അച്ഛൻ തീരുമാനിച്ചതുപോലെ, അച്ഛൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടന്നു. അപ്പോൾ അനന്യ അടുത്ത കണ്ടുപിടുത്തം കൊണ്ട് വരികയാണ്. അച്ഛൻ കാര്യമായിട്ട് ഏതോ മന്ത്രവാദിയെ കാണുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും എതിരെ എന്തോ കടുത്ത മന്ത്രവാദം ചെയ്യുന്നുണ്ട്. അപ്പോൾ അരവിന്ദ് പറഞ്ഞു, അങ്ങനത്തെ ചീപ്നെസ് ഒന്നും പറയാതെടോ. നമ്മളെ തോൽപ്പിക്കാൻ അച്ഛൻ ദുർമന്ത്രവാദിയെ കാണാൻ പോകുമല്ലേ. അപ്പോൾ അനന്യ പറഞ്ഞു, നിങ്ങളുടെ അച്ഛനായതുകൊണ്ട് തീർച്ചയായിട്ടും പോവും. പിന്നെ അവക്കും ഉണ്ടല്ലോ ആ കൺമണിക്ക് കുറേ സേവയും സ്വാമിമാരും ചെകുത്താന്മാരും ഒക്കെ എല്ലാം കൂടി അങ്ങ് ഇറങ്ങി നിൽക്കുന്നുണ്ടാവും നമ്മളെ തടയാൻ വേണ്ടി. അപ്പോൾ സ്വപ്ന പറഞ്ഞു, അനന്യെ, ഇന്നത്തെ ദിവസം വേണമെങ്കിൽ വിട്ടേക്ക്. എന്നിട്ട് ഇവർ രണ്ടുപേരും വേണമെങ്കിൽ ഉറങ്ങിക്കോട്ടെ. ഇത് കേട്ടപ്പോൾ വിജയ്ക്കൊരു സംശയം. വിജയ് വന്നിട്ട് ചോദിച്ചു, അല്ല പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? അപ്പോൾ സ്വപ്ന പറയാം, ഞങ്ങൾക്ക് അല്പം ജോലിയുണ്ട്. അപ്പോൾ അരവിന്ദ് പറഞ്ഞു, കാര്യം മനസ്സിലായി. നാളെ രാവിലെയോ അടുത്ത ദിവസമോ ഇറക്കാനുള്ള ബോംബിനെ കുറിച്ചുള്ള പ്ലാനിങ്. 2 ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒന്നിങ്ങനെ ഇരിക്കാം, അതിൻ്റെ പുക കൂടി കണ്ടിട്ട്. എന്നിട്ട് അരവിന്ദ് വിജയനെയും വിളിച്ചുകൊണ്ട് ആ റൂമിൽ നിന്ന് അങ്ങ് പോയി. അവർ പോയ ഉടനെ അനന്യ സ്വപ്നയോട് പറയാണ്, സ്വപ്നെ, ദേ ഇവരുടെ കൂട്ടിന് നമുക്ക് വേണ്ട. എന്ത് ചെയ്യാനാണെങ്കിലും ഞാനുണ്ട്, കൊല്ലാനാണെങ്കിൽ കൊല്ലാൻ, നീ പറഞ്ഞോ. അപ്പോൾ സ്വപ്ന ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. എന്നിട്ട് പറയാം, കൊല്ലണം, കൊല, കരച്ചിലും നിലവിളിയുമാവണം. നോക്കാം നമുക്ക് നാളെ നേരം പുലരുന്നത് എങ്ങനെയാണെന്ന്. അതനുസരിച്ച് ബാക്കി പ്ലാൻ ചെയ്യാം. ഇതേസമയം അമ്മയുടെ മുറിയിൽ അമ്മയുടെ വക അടുത്ത നാടകം. അമ്മ ഇങ്ങനെ രാത്രിയിൽ ഒന്ന് ഉണർന്നിട്ട് അച്ഛനെ നോക്കുകയാണ്. പുള്ളി നല്ല ഉറക്കമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് ഒരു നെഞ്ചുവേദന അങ്ങ് അഭിനയിക്കുകയാണ്. പക്ഷേ ആൾ നല്ല ഉറക്കമായതുകൊണ്ടൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കും, വീണ്ടും നെഞ്ചുവേദന ഇങ്ങനെ അഭിനയിക്കുകയാണ്. അവസാനം അച്ഛൻ ഉണർന്നിട്ട് ചോദിച്ചു, എന്താടോ? അപ്പോൾ ഒന്നുമില്ലാന്നും പറഞ്ഞ് ഇങ്ങനെ നെഞ്ച് തടവിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ട് ചോദിച്ചു, എന്ത് പറ്റിയത് എനിക്ക്? അപ്പോൾ അവർ ദേഷ്യപ്പെടുക, ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ കിടന്നോ എന്ന് പറഞ്ഞിട്ട് പിന്നെയും നെഞ്ച് തടവിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എടോ താൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ, അസുഖമൊന്നും ഇല്ലാത്തൊരാൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ സുശീലാമ്മ പറയുകയാണ്, നിങ്ങൾ ദേവയെ ഒന്ന് വിളിക്കേ, ഞാൻ അവനോട് പറഞ്ഞോളാം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ദേവ അവൻ്റെ മുറിയിലാണ്, നല്ല ഉറക്കമാണ്, ഉറങ്ങാതെ ഞാൻ തൻ്റെ അടുത്തുണ്ടല്ലോ, എന്നോട് പറയാൻ പറ്റാത്ത എന്ത് അസ്വസ്ഥതയാണ് തനിക്കുള്ളത്. അപ്പോൾ അടുത്ത ഡയലോഗ്, എനിക്കിപ്പോൾ എൻ്റെ മോനെ കാണണം. അപ്പോൾ ഇത് ദേവയുടെ ആദ്യരാത്രി കുളമാക്കാനായിട്ടുള്ളതാണോ എന്നൊരു ഡൗട്ട് തോന്നി അച്ഛൻ പറഞ്ഞു, ഒരമ്മ മക്കളെ കാണാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അതിൻ്റെ കാരണം, സാഹചര്യം ഇതൊക്കെ പ്രധാനമാണ്. അപ്പോൾ സുശീലാമ്മ ചോദിച്ചു, അവനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ തടസ്സം? അപ്പോൾ അച്ഛൻ പറഞ്ഞു, തടസ്സമുണ്ട്. ഇന്ന് നമ്മുടെ മോൻ്റെ ആദ്യ രാത്രിയല്ലേ, അവനും അവൻ്റെ ഭാര്യയും ഒരു മുറിയിൽ ഒന്നിച്ചുറങ്ങുന്ന ദിവസം. അതിനിടയിൽ അവനെ വിളിക്കുന്നതൊരു മര്യാദയല്ലല്ലോ. അപ്പം അമ്മ പറയാം, അതെ, നിങ്ങളെല്ലാ മര്യാദയും നോക്കിക്കൊണ്ടിരുന്നാൽ മതി, ചിലപ്പോൾ ഞാൻ ചത്തു കിട്ടിക്കോളും. അപ്പം അച്ഛൻ ചോദിച്ചു, എടോ ഇതൊരു തരം വാശിയല്ലേടോ? ഇത്രയും കാലം ചെറുവിരലിനൊരു വീക്കം വന്നാൽ പോലും അതുവരെ എന്നോട് ഷെയർ ചെയ്തിരുന്ന താനിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അസുഖത്തിൻ്റെ അല്ല, വാശിയുടേതാണ്. അപ്പം അമ്മ ചോദിച്ചു, എന്ത് വാശി? അപ്പം അച്ഛൻ പറഞ്ഞു, കൺമണിയെയും ദേവയെയും ഒരുമിച്ച് ഒരു മുറിയിൽ ഉറക്കില്ല എന്നുള്ള വാശി. ഇന്നലെ താൻ പ്രയോഗിച്ച അതേ തന്ത്രം മനസ്സിലായില്ലേ തനിക്ക്? ഏതോ ജ്യോത്സ്യന്മാരുടെ വിദഗ്ധ ഉപദേശത്തിൽ കൺമണിയും ദേവയും ഇന്നലെ ഒന്നിച്ചുറങ്ങിക്കൂടാന്ന് താൻ പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് നേരം വെളുത്തപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. എങ്കിൽ പിന്നെ അടവുകൾ പുതിയതാക്കാം. നമ്മുടെ മരുമക്കളെക്കുറിച്ച് നമ്മുടെ രണ്ടുപേരുടെയും സ്വകാര്യതയിൽ നമ്മൾ കളിയാക്കാറുണ്ട്. ആളാവാൻ വേണ്ടിയും കാര്യങ്ങൾ മുടക്കാൻ വേണ്ടിയും അവർ കാണിക്കുന്ന തന്ത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ സ്വയം മറന്ന് ചിരിക്കാറുമുണ്ട്. താനും അങ്ങനെ ഒരു തമാശ കഥാപാത്രം ആവുകയാണോ? ഇതെല്ലാം പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ അമ്മയെ പരിഹസിക്കുമ്പോൾ അമ്മ ചോദിക്കുക, അതെ, ഞാൻ പറയുന്ന എല്ലാം തമാശയാ, എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഒരു അസുഖവും ഇല്ല, പോരെ? ഞാൻ ഒരു നാണം കെട്ട അമ്മായിയമ്മയാ. അമ്മായിയമ്മ പോരെടുക്കാൻ മാത്രമേ എനിക്കിപ്പോൾ അറിയൂ. ദേ, നിങ്ങളതിൻ്റെ കാവൽക്കാരനാവണ്ട, നിങ്ങളത് കേൾക്കുകയും വേണ്ട. അപ്പം അച്ഛൻ പറഞ്ഞു, തൽക്കാലം
തനിക്ക് ഉറങ്ങാൻ ഈ വാശി മതി. ദേവയോട് സംസാരിക്കാനുള്ളത് നമുക്ക് രാവിലെ സംസാരിക്കാം. ഇന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങും. നമ്മുടെ മക്കളും സമാധാനമായിട്ട് കിടന്നുറങ്ങട്ടെ എന്നും പറഞ്ഞ് അച്ഛൻ അങ്ങ് മാറിക്കിടന്നു. അപ്പോഴും അമ്മയുടെ പ്ലാൻ നൈസായിട്ട് അങ്ങ് പാളിയതുകൊണ്ട് അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അച്ഛൻ എഴുന്നേറ്റിട്ട് ചോദിച്ചു, സുശീലേ, താൻ കിടക്കുന്നില്ലേ? അപ്പോൾ അമ്മയ്ക്ക് ആകെ ദേഷ്യം വന്നിരിക്കുക അച്ഛൻ്റെ പരിഹാസം എല്ലാം കേട്ടിട്ട്. അപ്പോൾ പറയാം, മതി, ഞാനിപ്പോൾ ഒരു കോമാളിയാണെന്ന് നിങ്ങൾ പറഞ്ഞു. എന്നെ കോമാളിയാക്കിയതേ നിങ്ങളാ, നിങ്ങൾ ഒറ്റ ഒരുത്തനാ. നോക്കിക്കോ, ഇനി എൻ്റെ പ്രാണൻ പിടഞ്ഞാൽ പോലും നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. ചാകാനാണ് വിധിയെങ്കിൽ അത് നിങ്ങളറിയാതെ വേണമെന്നേ ഞാൻ വിചാരിക്കുള്ളൂ എന്നും പറഞ്ഞ് അമ്മ അങ്ങ് മാറിക്കിടന്നപ്പോൾ അച്ഛന് ചിരിയാണ് വന്നത്. പുള്ളി ചിരിച്ചുകൊണ്ടങ്ങ് മാറിക്കിടക്കുക. ഇതേസമയം ദേവയുടെ മുറിയിൽ കൺമണി നല്ല ഉറക്കമായി. പക്ഷെ ദേവ അപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടങ്ങ് ഇരിക്കുക. അപ്പോൾ ഇടയ്ക്ക് ഉറക്കമുണർന്ന കൺമണി ദേവ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ദേവയോട് ചോദിച്ചു, സാർ ഇതുവരെ ഉറങ്ങിയില്ലേ? അപ്പോൾ ദേവ പറഞ്ഞു, ഇല്ല. താൻ ഉറങ്ങിക്കോ. അപ്പോൾ കൺമണി പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ തുടങ്ങി ജോലി ചെയ്യുന്നത് കൊണ്ടാ ഞാൻ കിടന്നാൽ പെട്ടെന്ന് ഉറങ്ങിപ്പോവും. കുറേ നേരത്തിന് പിന്നെ ഒന്നും അറിയില്ല. അപ്പോൾ ദേവ ചോദിക്കുക, അതിന് ഞാൻ പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ കൺമണി പറഞ്ഞു, എന്നാലും സാർ ഇങ്ങനെ ഉറങ്ങാതിരിക്കുമ്പോൾ എന്താ സാർ ഉറങ്ങാത്തേ? അപ്പോൾ ദേവ പറഞ്ഞു, ഏയ് ഒന്നുമില്ല. അപ്പോൾ ചോദിച്ചു, ഞാൻ പറയട്ടെ കാര്യം എന്താണെന്ന്. ഉറക്കം വരാതെ ഇരുന്നപ്പോൾ സാറിൻ്റെ ഫോൺ എടുത്ത് നോക്കിയിട്ടുണ്ടാവും. അതിൽ മധുരിമ അയച്ച മെസ്സേജുകളും ഫോട്ടോസും ഒക്കെ ഉണ്ടാകുമല്ലോ, അത് കണ്ടിട്ടല്ലേ? അപ്പോൾ ദേവ ചെറിയ ചിരിയോട് പറഞ്ഞു, തൻ്റെ കണക്കുകൂട്ടലുകളിൽ തെറ്റൊന്നുമില്ല, പക്ഷേ ഇന്ന് ഞാനത് ചെയ്തില്ല. അപ്പോൾ കൺമണി പറയാ, പിന്നെന്താ, മധുരിമ ഇറങ്ങിപ്പോയ കാര്യം ആലോചിച്ചിട്ട് അല്ലേ? ഞാൻ കണ്ടു, നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. ദൂരെ മാറി നിന്ന് അത് കണ്ട എനിക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ സാറിന് എത്ര വേദനിച്ചിട്ടുണ്ടാവും. അപ്പോൾ ദേവ പറഞ്ഞു, കൺമണി, എവിടെ നിന്നാണോ ഞാൻ കൂടുതൽ അകലാൻ ശ്രമിക്കുന്നത് അവിടേക്ക് തന്നെയാണ് താൻ എന്നെ കൂടുതൽ അടുപ്പിക്കുന്നത്. അപ്പോൾ കൺമണി പറഞ്ഞു, സർ, അതാണ് സത്യം. നമ്മൾ തമ്മിൽ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും ഞാൻ കുറച്ചു നേരം ഉറങ്ങിയില്ലേ? അതെങ്ങനെയാ? എനിക്ക് ടെൻഷനുണ്ടെങ്കിൽ അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? എന്താ എനിക്ക് ടെൻഷൻ ഇല്ലാത്തത്? സാർ അർഹിച്ച ആളല്ല എന്ന് ചിന്തിക്കാൻ എനിക്കധികം സമയമൊന്നും വേണ്ട. അത് കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ശുദ്ധമായി, എൻ്റെ മനസ്സിലേക്ക് സമാധാനം കയറി, പിന്നെ ഉറക്കം തനിയെ വന്നോളും. അപ്പോൾ ചിരിച്ചുകൊണ്ട് ദേവ പറഞ്ഞു, തന്നെപ്പോലെ അത്ര നിഷ്കളങ്കത എനിക്ക് കിട്ടില്ലല്ലോ. കിട്ടിയിരുന്നെങ്കിൽ ഞാനും ഉറങ്ങിയേനെ. കൺമണി ചോദിച്ചു, അപ്പോൾ ഇനി എന്തായാലും സാർ ഉറങ്ങുന്നില്ല? എന്നാൽ ഞാൻ പോയൊരു കട്ടൻ ചായ ഇട്ടുകൊണ്ട് വരട്ടെ? അപ്പോൾ ദേവ പറഞ്ഞു, അയ്യോ വേണ്ട. അപ്പോൾ കൺമണി പറയാ, ഏയ് എനിക്ക് ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അത് വേണ്ട. അപ്പോൾ ദേവ പറഞ്ഞു, വേണ്ട, രണ്ടുപേരുടെ ഉറക്കം കളഞ്ഞിട്ട് എന്താ പ്രയോജനം? അപ്പോൾ കൺമണി ആ വിഷയത്തിൽ നിന്നൊന്ന് മാറാൻ വേണ്ടിയിട്ട് ദേവയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം സാറിൻ്റെ ഓഫീസിലെ കാര്യമോ ദുബായിലെ കാര്യമോ ഫ്രണ്ട്സിൻ്റെ കാര്യമോ അങ്ങനെ രസകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറ, ഞാൻ കേട്ടിരുന്നോളാം. അപ്പോൾ ദേവ പറഞ്ഞു, ഈ നേരത്ത് അങ്ങനെ ഇരുന്ന് കഥകളൊക്കെ പറയണമെങ്കിൽ എനിക്ക് ഭ്രാന്ത് തന്നെ ആയിരിക്കണം. ഇത് കേട്ടതും കൺമണി ഇരുന്ന് ചിരിക്കുക. എന്നിട്ട് ചോദിച്ചു, അപ്പോൾ പിന്നെ എന്തു ചെയ്യും? അപ്പോൾ ദേവ പറഞ്ഞു, അപ്പോൾ പിന്നെ ഒന്നും ചെയ്യണ്ട, താൻ കിടന്നോ. ഉറക്കം വരുന്നവരെ ഉറങ്ങുക, ഉറങ്ങാൻ പറ്റാത്തവർ ഉറങ്ങാതിരിക്കുക, അത് തന്നെ ഇതിനുള്ള സൊല്യൂഷൻ. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് അച്ഛൻ വന്ന് വാതിലിന് മുട്ടിയിട്ട് വിളിച്ചു ദേവയെ. ഉടനെ ദേവ അങ്ങ് ഇറങ്ങിച്ചു വന്നു. അതേസമയം അമ്മയ്ക്ക് നെഞ്ചുവേദനയാണ്. അച്ഛൻ അമ്മയ്ക്ക് വെള്ളം എടുത്തു കൊടുത്തിട്ട് അമ്മ ആ വെള്ളം തട്ടി എറിഞ്ഞു. അപ്പോൾ ദേവ അവിടേക്ക് ചെന്നു. എന്നിട്ട് അമ്മയോട് ചോദിച്ചു, എന്താ അമ്മേ? അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് വയ്യ മോനെ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, കുറച്ച് മുമ്പും ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, നിന്നെ ഒന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞതാ, സമ്മതിച്ചില്ല. അപ്പോൾ ദേവ അച്ഛനോട് ചോദിച്ചു, അതെന്താ അച്ഛാ, എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? അപ്പോൾ അമ്മയുടെ പൾസൊക്കെ ഒന്ന് നോക്കിയിട്ട് ദേവ ചോദിച്ചു, അമ്മ ഇന്ന് മരുന്ന് കഴിച്ചോ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, സാധാരണ അമ്മയുടെ മരുന്ന് എടുത്തു കൊടുക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും ഒക്കെ കൺമണിയാണ്. ഇപ്പോൾ പിന്നെ അവളെ വിലക്കിയിരിക്കുകയല്ലേ. അപ്പോൾ ദേവ പറഞ്ഞു, അമ്മേ, മരുന്ന് കഴിക്കാതെ എങ്ങനെയാണ് അസുഖം മാറുന്നേ? മരുന്ന് എവിടെയാണ് വെച്ചിരിക്കുന്നത്? എന്നിട്ട് ദേവ കൺമണിയെ വിളിച്ചു. അപ്പോൾ കൺമണി ആ വാതിലിൻ്റെ മറവിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് മാത്രം കൺമണി അകത്തേക്ക് കയറാതെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ദേവ വിളിച്ചതും കൺമണി അങ്ങോട്ട് ഓടി ചെന്നു. അപ്പോൾ ദേവ ചോദിച്ചു, അമ്മയ്ക്ക് എന്താ മരുന്ന് എടുത്ത് കൊടുക്കാഞ്ഞേ? അപ്പോൾ കൺമണി പറഞ്ഞു, ഞാൻ മരുന്നെടുത്ത് കൊടുത്തപ്പോൾ അമ്മ അത് തട്ടിക്കളഞ്ഞു സാർ. അപ്പോൾ ദേവ ചോദിച്ചു, അമ്മ ദേഷ്യപ്പെട്ടാലും താൻ ചെയ്യേണ്ട ഡ്യൂട്ടി ഉത്തരവാദിത്തത്തോടെ ചെയ്യണ്ടേ? പോയി മരുന്നെടുക്ക് എന്ന് പറഞ്ഞത് കൺമണി ഓടിച്ചെന്ന് മരുന്നെടുക്കുകയാണ്. അമ്മയ്ക്കാണെങ്കിൽ കൺമണി മരുന്നെടുക്കുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ കൺമണി മരുന്നും എടുത്ത് ഒരു ഗ്ലാസ്സിൽ വെള്ളവും നിറച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അമ്മ കൺമണിയോട് പറയാ,
നിന്നോട് ഞാൻ എൻ്റെ മുന്നിൽ വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എൻ്റെ അസുഖത്തിന് വേറെ കാരണങ്ങളൊന്നുമില്ല, ഒരേ ഒരു കാരണം, അത് നീയാ. അതുകൊണ്ട് നിന്നെ എനിക്ക് കാണണ്ടെന്നാ പറഞ്ഞത്. അമ്മയുടെ ഈ വാശി കണ്ടപ്പോൾ ദേവ ചോദിച്ചു, എന്താ അമ്മ ഇത്? അപ്പം അമ്മ പറയാ, ഞാനിത് കഴിക്കണമെങ്കിൽ ആദ്യം ഇവളോട് ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ. ഉടനെ തനുജ അവിടേക്ക് വന്നു. എന്നിട്ട് കൺമണിയെ വിളിച്ചു. കൺമണി, ഇങ്ങോട്ട് വാ. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? വെറുതെ അമ്മയ്ക്ക് പ്രഷർ കൊടുക്കരുത്. എന്തിനാ നീ ഇവിടെ നിൽക്കുന്നേ പിന്നെ? അപ്പം അച്ഛൻ പറഞ്ഞു, തനുജെ, കാര്യം അറിയാതെ നീ ഇതിൽ ഇടപെടരുത്. അപ്പോൾ തനുജ പറഞ്ഞു, ആ കാര്യം അച്ഛൻ ആലോചിക്കേണ്ടതാ. ഇപ്പോൾ അമ്മയുടെ അസുഖം മാറ്റുവാണോ അതോ ഇവളെ സംരക്ഷിക്കുകയാണോ ചെയ്യേണ്ടത്? ഇങ്ങോട്ട് താടി എന്നും പറഞ്ഞുകൊണ്ട് കൺമണിയുടെ കയ്യിലിരുന്ന വെള്ളവും ഗ്ലാസും അതുപോലെ തന്നെ ഗുളികകളും വാങ്ങിച്ചിട്ട് കൺമണിയോട് ആ മുറി വിട്ട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു തനുജ. ഉടനെ തന്നെ കൺമണി ആ മുറിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ തനുജ മരുന്ന് കൊടുത്തപ്പോൾ അമ്മ മരുന്ന് കഴിച്ചു. അപ്പം അച്ഛൻ പറയാ, ഇപ്പം മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും അസുഖത്തിൻ്റെ കാരണം എന്താണെന്ന്. അപ്പം അമ്മ ചോദിക്കുക, എൻ്റെ മോനെ വിളിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, അപ്പോഴേ വിളിച്ചിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നോ? അപ്പോൾ അച്ഛൻ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ദേവ പറഞ്ഞു, അച്ഛാ തർക്കിക്കണ്ട, ആദ്യം അമ്മയുടെ അസ്വസ്ഥത മാറട്ടെ. എന്നിട്ട് ദേവ അമ്മയോട് പറഞ്ഞു, അമ്മ പേടിക്കണ്ട, അമ്മയുടെ അസ്വസ്ഥത മാറിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. അതുവരെ ഞാൻ അമ്മയുടെ അടുത്തിരുന്നോളാം, വാ എന്നും പറഞ്ഞിട്ട് അമ്മയെ വിളിക്കുകയാണ്. എന്നിട്ട് അമ്മയെ കട്ടിലിൽ ചാരി ഇരുത്തിക്കൊണ്ട് ദേവ കൂടെ ഇരിക്കുകയാണ്. ഇതേസമയം തനുജയാണെങ്കിലും മുറിവിട്ട് പോന്നിട്ട് കൺമണിയെ ശകാരിക്കുകയാണ്. അപ്പോൾ കൺമണി ചോദിക്കുക, ചേച്ചി, അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുമോ? അപ്പോൾ തനുജ പറയാണ്, അസുഖം വരാനല്ല, ചാകാനാണ് വേണമെങ്കിലും നീ ആഗ്രഹിക്കും. എനിക്ക് നിന്റെ മുഖം കാണണ്ട, പൊടി. അപ്പോൾ അങ്ങോട്ട് അനന്യയും സ്വപ്നയും വന്നു. അപ്പോൾ കൺമണി പോകാൻ തുടങ്ങിയപ്പോഴേക്കും അനന്യ കൺമണിയോട് പറഞ്ഞു, ദേ നീ എന്നാ അവിടെ നിന്നേ. എന്നിട്ട് തനുജയോട് ചോദിച്ചു, എന്താ തനുജെ, എന്താ ഈ സമയത്ത് ഇങ്ങനൊരു സംസാരം? അപ്പോൾ തനുജ പറഞ്ഞു, നിങ്ങളാരും ഒന്നും അറിഞ്ഞില്ലല്ലോ, അമ്മയ്ക്ക് തീരെ സുഖമില്ല. അപ്പോൾ സ്വപ്ന ചോദിച്ചു, അയ്യോ അമ്മയ്ക്ക് എന്തു പറ്റി? അപ്പോൾ തനുജ പറയാം, ദേ ഇവള് കാരണം തന്നെ, ഇവള് കൃത്യസമയത്ത് അമ്മയ്ക്ക് മരുന്ന് കൊടുത്തില്ല. അപ്പോൾ അനന്യ ചോദിക്കുക, അയ്യോ എന്നിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? അപ്പോൾ തനുജ പറഞ്ഞു, ഏയ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ദേവ അടുത്തുണ്ട്. അമ്മ ദേവയെ വിളിച്ചപ്പോൾ കൃത്യമായിട്ട് ഇവളും അങ്ങ് ഓടി ചെന്നേക്കുന്നു. എന്നിട്ട് സംഭവിച്ചത് എന്താണെന്നറിയോ? ഇവള് മരുന്നും വെള്ളം എടുത്തു കൊടുത്തപ്പോൾ ഇവളും മുറിവിട്ട് പോകാതെ അമ്മ അത് കഴിക്കില്ല എന്ന് വാശി പിടിച്ചു. അപ്പോൾ സ്വപ്ന പറഞ്ഞു, അത് പിന്നെ അങ്ങനെയല്ലേ, അമ്മ അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ച് വളർന്നതാ, ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കും. അപ്പോൾ അനന്യ തനുജയോട് ചോദിച്ചു, എന്നിട്ടിപ്പോൾ ഇവൾ എന്താ നിന്നോട് പറയുന്നേ? അപ്പോൾ തനുജ പറയാ, അത് പിന്നെ പതിവ് പല്ലവി തന്നെ, ഇവളൊന്നും അറിഞ്ഞിട്ടുമില്ല, ആരെയും ദ്രോഹിക്കുന്നുമില്ല. അപ്പോൾ സ്വപ്ന ചോദിക്കുക, കൃത്യസമയത്ത് മരുന്ന് കൊടുക്കാത്തത് പിന്നെ ദ്രോഹമല്ലേടി? അപ്പോൾ കൺമണി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടന്നു മാറി. അപ്പോൾ ഉടനെ പുറകെ ചെന്നു അനന്യ. എന്നിട്ട് അനന്യ ചോദിക്കുക, ഡി നീ ആരെയും ദ്രോഹിച്ചിട്ടില്ലേ? ഇന്ന് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ മധുരമേ നിനക്ക് ഓർമ്മയുണ്ടോ? അവൾക്ക് നീ ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലേ? അവളെ സ്വന്തം ഭാര്യയെപ്പോലെ കൂടെ കൊണ്ടു നടന്ന ദേവയെ നീ ദ്രോഹിച്ചില്ലേ? ദേ അവരുടെ രണ്ടുപേരുടെയും ജീവിതം സ്വപ്നം കണ്ട പാവം അമ്മയെ നീ ദ്രോഹിച്ചില്ലേ? അപ്പോൾ കൺമണി ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴേക്കും സ്വപ്നം പറയാ, അച്ഛൻ നിന്റെ 2 വാക്കുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, വിധി, സാഹചര്യം. എൻ്റെ പൊന്നുമോളെ, അത് അച്ഛനോട് സംസാരിക്കുമ്പോൾ മാത്രം ഉപയോഗിച്ചാൽ മതി. ഈ വീട്ടിൽ ഏറ്റവും ബുദ്ധിയുള്ളവളാണ് നീ, എന്ത് കാര്യം വന്നാലും അത് നിന്റെ കാൽച്ചുവട്ടിലെത്തിക്കാനുള്ള ബുദ്ധി. അപ്പോൾ തനുജ വന്നിട്ട് പറയാ, ഇതിവൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദേവ ഇവിടെ വന്ന നാൾ മുതൽ ഇവൾ പിന്നാലെ തുടങ്ങിയതാ. അവളുടെ ഒരു സംശയം ചോദിക്കലും ടെലസ്കോപ്പ് കാണലും. അല്ല, നമുക്കാണ് അബദ്ധം പറ്റിയത്, നേരത്തെ ഇതൊക്കെ വിലക്കണമായിരുന്നു. അപ്പോൾ കൺമണി ഇങ്ങനെ നിന്ന് കരയാണ് ഇവരുടെ എല്ലാവരുടെയും ശകാരങ്ങൾ കേട്ടിട്ട്. അപ്പോൾ സ്വപ്ന കൺമണിയെ വലിച്ചു പിടിച്ച് മാറ്റി നിർത്തിയിട്ട് പറയാം, ഡി ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞാലേ അച്ഛൻ ഇറങ്ങി വന്ന് ഞങ്ങൾ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ വേണ്ട. നിന്നെ ഇനി ഇവിടെ ആരും വിശ്വസിക്കില്ല. ഇപ്പോൾ അമ്മ ആട്ടി ഇറക്കിയതുപോലെ നാളെ അച്ഛൻ, അത് കഴിഞ്ഞ് ദേവയും നിന്നെ കൺമുന്നിൽ നിന്ന് ആട്ടിയിറക്കും. അപ്പോൾ അനന്യ പറയാം, ഡി അമ്മയുടെ കാര്യങ്ങളെ ഇനി ഞങ്ങൾ നോക്കിക്കോളും, അമ്മയുടെ മക്കളായിട്ടേ ഇനി ഞങ്ങൾ മാത്രം മതി. അപ്പോൾ സ്വപ്ന പറയാം, ഡി നീ ഒരു കാര്യം ഓർത്തോ, ഇത്രയും നാളും നിനക്ക് ഞങ്ങൾ ചെറിയ പണിയൊക്കെ തന്നിട്ടുണ്ട്, അത് ദ്രോഹിക്കാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ നിന്നെ കൊല്ലും ഞങ്ങളല്ല, ഞങ്ങളുടെ അമ്മ. അതിനുള്ള വഴികൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളാം. അപ്പോൾ തനുജ വന്നിട്ട് കൺമണിയെ തട്ടിയിട്ട് ചോദിക്കുക, എന്താടി നോക്കി നിൽക്കുന്നേ? ദേ ഇനി അമ്മയുടെ അസുഖത്തിന് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കാനും വഴിപാട് കഴിക്കാനും ഒക്കെ നാളെ രാവിലെ ഇവിടെ നിന്ന് നാടകം കളിക്കാൻ ഇറങ്ങിയാലുണ്ടല്ലോ, ഈ നാവ് ഞാനങ്ങ് പറിച്ചു കളയും, കയറിപ്പോടി എന്ന് പറയുമ്പോൾ കൺമണി കരഞ്ഞുകൊണ്ട് അവരുടെ അടുത്തുനിന്ന് ഓടിപ്പോവാണ്. അപ്പോൾ സ്വപ്ന തനുജയോട് ചോദിച്ചു, അല്ല തനുജേ, അമ്മയ്ക്ക് ശരിക്കും അസ്വസ്ഥത വല്ലതും ഉണ്ടോ? അതോ ഇന്നലത്തെ പോലെ അവരുടെ ആദ്യ രാത്രി മുടക്കാൻ അമ്മ കണ്ടുപിടിച്ച സൂത്രമാണോ? അപ്പോൾ തനുജ പറഞ്ഞു, എനിക്കറിയില്ല, ശ്വാസം മുട്ടി വലിക്കുന്നൊക്കെയുണ്ട്. അല്ല, അത് വേണോന്ന് വെച്ചാൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അനന്യ പറഞ്ഞു, എന്നാ സംശയിക്കണ്ട, ഇന്നു മുതൽ അമ്മ നിത്യരോഗിയായിരിക്കും.
എല്ലാ രാത്രിയിലും അമ്മയ്ക്ക് അസ്വസ്ഥതയേ ഉണ്ടാകൂ. കൺമണിയുടെ ആദ്യ രാത്രി സ്വാഹ. അപ്പോൾ സ്വപ്ന പറഞ്ഞു, അതെ, നമുക്ക് മുറിയിലേക്ക് ചെല്ലാം. അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ദേവ ഈ രാത്രി കൊണ്ട് നിസാരമായിട്ടങ്ങ് പരിഹരിച്ച് കളയും. അപ്പോൾ അനന്യ പറഞ്ഞു, ശരിയാ, അമ്മയുടെ മനസ്സിലെ തീ ആളി കത്തിച്ചില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ തോറ്റുപോകും. അപ്പോൾ തനുജ പറഞ്ഞു, അമ്മയ്ക്ക് കുറച്ച് സ്നേഹം വിളമ്പി കൊടുത്തിട്ട് വരാം, വാ വാ. അങ്ങനെ മൂന്നാളും കൂടെ ചെല്ലുകയാണ് അമ്മയുടെ അടുത്തേക്ക്. അപ്പോൾ അമ്മയാണെങ്കിൽ ദേവയുടെ തോളിൽ ചാരി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ദേവ ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ടമ്മേ? അപ്പം അമ്മ പറഞ്ഞു, കുറവുണ്ട് മോനെ. അപ്പോൾ അച്ഛൻ ദേവയോട് പറഞ്ഞു, മോനെ നീ പോയി കിടന്നു. അപ്പോൾ അമ്മ ഉടനെ ദേവയുടെ കൈ പിടിച്ച് വെച്ചിട്ട് പറയാ, വേണ്ട, മോൻ എൻ്റെ അടുത്തിരിക്കട്ടെ, അമ്മ ഉറങ്ങിയിട്ട് നീ പൊയ്ക്കോ. അങ്ങനെ ദേവ അമ്മയെ ആശ്വസിപ്പിക്കുമ്പോൾ കൺമണി ദേവയുടെ മുറിയിലിരുന്ന് കരയുകയാണ്. അപ്പോൾ മുറിയുടെ ഡോറ് തുറന്ന് അവിടേക്ക് കയറി വരികയാണ് ഭരത്. ഭരത് പതിയെ നടന്ന് കൺമണിയുടെ അടുത്ത് എത്തിയിട്ട് കൺമണിയെ വിളിച്ചു. അപ്പോൾ ഭരത്തിൻ്റെ സൗണ്ട് കേട്ടതും കൺമണി ചാടി എഴുന്നേറ്റു. അപ്പോൾ ഭരതി ചോദിക്കുക, കൺമണി കരയുകയായിരുന്നോ അതോ പ്രാർത്ഥിക്കുകയായിരുന്നോ? അപ്പോൾ കൺമണി ചോദിച്ചു, ഞാൻ എന്ത് ചെയ്താൽ തനിക്കെന്താ? അപ്പോൾ ഭരത് പറഞ്ഞു, ദേഷ്യപ്പെടലേ കൺമണി, ഞാൻ ദ്രോഹിക്കാനൊന്നും വന്നതല്ല. ആൻറ്റിക്ക് സുഖമില്ലാന്ന് ഞാൻ അറിഞ്ഞു, കൺമണിയെ അവിടെ നിന്ന് ഇറക്കി വിട്ടൂന്നും ഞാൻ അറിഞ്ഞു. ദേവ അമ്മയുടെ അടുത്തല്ലേ? അങ്ങനെ കൺമണിയെ ഒന്നുകൂടെ വിഷമിപ്പിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഭരത്. ഇങ്ങനൊരു സന്ദർഭത്തിൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി.